ഗുരുവായൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീലുണ്ടെന്ന ആരോപണം ഉയർത്തി മുസ്ലിം ലീഗ് നേതാവ് KN ഖാദറിന്റെ ആത്മകഥ വ്യാകരണമില്ലാത്ത ജീവിതം എന്ന ആത്മകഥയിലാണ് അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന KN ഖാദറിന്റെ തുറന്നു പറച്ചിൽ. ഗുരുവായൂരിലെ ഒക്കച്ചങ്ങായിമാർ എന്ന അധ്യായത്തിൽ ഡീലിന് ചുക്കാൻ പിടിച്ചത് പിണറായി വിജയൻ എന്നാണ് KN ഖാദറിന്റെ ആരോപണം. ഗൂഗിൾ കെ വേണുഗോപാൽ തുടർന്നു. ഗൂഗിൾ ഗുരുവായൂരിലെ ഒക്കച്ചങ്ങായിമാർ എന്ന ചാപ്റ്ററിൽ KN ഖാദർ പറയുന്നത് പിന്നീട് ചില കളികൾ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തിയ മണ്ഡലമായിരുന്നു ഗുരുവായൂർ. എനിക്കെതിരെ അദ്ദേഹം നേരിട്ട് ചില പ്രസ്താവനകൾ നടത്തി. BJPയുമായി ധാരണയുണ്ടാക്കി തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചു. സത്യത്തിൽ മറിച്ചാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കം ഇടപെട്ട് BJPയുടെ മുഴുവൻ വോട്ടുകളും LDFിലേക്ക് എത്തിച്ചു. വിജയം ഉറപ്പാക്കാൻ മറ്റു ചില മണ്ഡലങ്ങളിൽ CPM സമാന രീതിയിൽ ഒത്തുകളിച്ചിരുന്നു എന്ന് KN ഖാദർ പറയുകയാണ്. അതൊരു പൊളിറ്റിക്കൽ ആരോപണം എന്ന നിലയ്ക്കാണോ ആ പുസ്തകത്തിൽ അതിനാധാരമായി പുസ്തകം എഴുതുമ്പോൾ നമ്മൾ കേവലം രാഷ്ട്രീയ ആരോപണം പറയുന്നത് പോലെ പറഞ്ഞാൽ പറ്റൂല്ലോ. അതിനപ്പുറം എന്തെങ്കിലും KN ഖാദർ ആ പുസ്തകത്തിൽ പറയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ ഒപ്പിടാതെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയത് അമ്പരപ്പിക്കുന്ന നീക്കമായിരുന്നു അത് ഗൂഗിൾ. അഷ്മി, തീർച്ചയായും ആ പുസ്തകം ഇതുവരെ പ്രകാശനം ചെയ്തിട്ടില്ല. അതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഇന്നാണ് പുസ്തകത്തിന്റെ പ്രകാശനം. മാതൃഭൂമി ബുക്സാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് ഗുരുവായൂരിൽ തന്റെ പരാജയം ഉറപ്പിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിയാണ് KN ഖാദർ പറയുന്നത്. അതിനാധാരമായി അദ്ദേഹം ചില കാരണങ്ങൾ, ചില കണക്കുകൾ നിരത്തുന്നുണ്ട്. കാരണം 2016 അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മഹിളാ മോർച്ചയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം തന്നെയായിരുന്നു. അവർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അറിവുണ്ടായിരുന്നു. അവർ തന്നെയാണ് 2021 BJPയുടെ സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിട്ടുള്ളത്. അവരൊരു അഭിഭാഷകയാണ്. ഏത് രീതിയിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് എന്നതിനെ പറ്റി നല്ല ധാരണയുള്ള വ്യക്തിയാണ്. അവരാണ് അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ ഒപ്പില്ലാതെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്നാൽ സൂക്ഷ്മ പരിശോധനയിൽ ഈ പത്രിക തള്ളിയതോടെ BJPയുടെ ഭാഗത്തുനിന്ന് കാര്യമായ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഡീലിന്റെ ഭാഗമായാണ്. പത്രിക തള്ളുമെന്ന അറിവ് നേരത്തെ തന്നെ BJP നേതാക്കൾക്കുണ്ടായിരുന്നു. താനൊരു എതിർപ്പ് ഉയർത്താൻ മുന്നോട്ടേക്ക് വന്നെങ്കിലും BJPക്കാരും മുന്നോട്ടേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ UDFും BJPയും തമ്മിലാണ് ധാരണ എന്ന രീതിയിൽ കോൺഗ്രസുകാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരണം നടത്തി. യഥാർത്ഥത്തിൽ അത് തിരിച്ചായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. 25,490 വോട്ട് 2016 BJPക്ക് അവിടെ ഉണ്ടായിരുന്നത് 2021 BJPയുടെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടുകൂടി ഒരു പൊതു സ്വതന്ത്രനെ പിന്തുണയ്ക്കാൻ നിർബന്ധിതമാവുകയും ആ 25,490 വോട്ട് 6,294 വോട്ടിലേക്ക് കുറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കൃത്യമായി ഡീലിന്റെ ഭാഗമായിട്ടാണ് നടത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം, 2020 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് 33,000 വോട്ടുകൾ ലഭിച്ചു എന്ന് പറയുന്നു. അതായത് BJP എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ പരിഗണിക്കുന്ന ഒരു മണ്ഡലത്തിലാണ് 25,000-ലധികം വോട്ടുകൾ 2016 നേടിയ, 2019 33,000 വോട്ടുകൾ നേടിയ സ്ഥലത്ത് 2021 6,294 വോട്ടിലേക്ക് BJPയുടെ വോട്ട് കൂപ്പുകുത്തിയിട്ടുണ്ടെങ്കിൽ ആ വോട്ട് പോയത് ഇടതുപക്ഷത്തിലേക്കാണ്. അത്തരം ഒരു പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി നേരിട്ടാണ് എന്നും അദ്ദേഹം പറയുന്നു. തന്റെ പുസ്തകത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. വ്യാകരണമില്ലാത്ത ജീവിതം എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ ഗുരുവായൂരിലെ ഒക്കച്ചങ്ങായിമാർ എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. നേരത്തെയും സമാനമായ ആരോപണങ്ങൾ KN ഖാദറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നാണ് ആ പുസ്തകത്തിന്റെ പ്രകാശനം. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.